നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ബി.ജെ.പിയിൽ അദ്ദേഹത്തിന്റെ ഒരു വരവ് ഒക്കെ സംസ്ഥാനത്ത് മാറ്റം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രാവിലെ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയൊരു പ്രസംഗത്തിൽ ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ കണ്ട ചെറിയൊരു വീഡിയോ ഉണ്ട്. ആ ഭാഗത്ത് അദ്ദേഹം അതിൻ്റെ സ്വന്തം ചെറുപ്പകാലവും പിന്നീട് താൻ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുന്നത് പോലും അദ്ദേഹം എഴുതി വായിക്കുകയാണ്. കാരണം മലയാളം പിടുത്തമല്ലോ. ആ എഴുതി വായിക്കുമ്പോൾ പോലും അതിനകത്ത് തെറ്റുകൾ വരുന്നു. ശരി, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഒരു കുത്തക മുതലാളി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ആ കുത്തക മുതലാളിയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ബി.ജെ.പിക്കാരനോ അല്ലെങ്കിൽ പിന്നെ RS-കാരനൊന്നുള്ളതല്ലോ, ബി.ജെ.പിക്കാരനെങ്കിലും ആണല്ലോ ബേസിക്കലി. രാജീവ് 18 കൊല്ലങ്ങളായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അദ്ദേഹം 2-3 തവണ രാജ്യസഭാ MP ആയതാണ്. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അയാൾ വലിയൊരു കുത്തക മുതലാളിയായിരുന്നു, ഇപ്പോഴും കുത്തക മുതലാളി തന്നെ. അപ്പോൾ ഈ കുത്തക മുതലാളിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും നിയമനിർമ്മാണ സഭയിലെത്തണം എന്നൊരാഗ്രഹം. അതിലയാളെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം വിജയ് മല്യയും ഇതുപോലെ തന്നെയായിരുന്നു. അയാൾക്കും കുറച്ച് കഴിഞ്ഞപ്പം ഒരു രാജ്യസഭ അംഗമാകണമെന്ന് തോന്നി. പല കുത്തക മുതലാളിമാരുണ്ട്, ജിൻഡാൾ, അങ്ങനെ പലരും വന്നിട്ടുണ്ട്. വിജയ് മല്യയും ഈ രാജീവ് ചന്ദ്രശേഖരന് മുമ്പ് പിന്നെ ബംഗളൂരിൽ നിന്ന് കർണാടകത്തിൽ തന്നെയാണ് രാജ്യസഭയിലേക്ക് വന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പം അന്ന് ബി.ജെ.പി അത്ര ശക്തമല്ല. അങ്ങനെ ജനതാദളിൽ കൂടി ആദ്യം വന്നു. അതിനുശേഷം പിന്നെ ബി.ജെ.പിയുടേത് വന്നു. ബി.ജെ.പിയുടെ രാജ്യസഭ അപ്പോൾ അന്ന് തന്നെ പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംസാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പ്രസക്തിയില്ല. അതാണെന്നുള്ളത് ഉറപ്പാണെന്നുള്ളതുകൊണ്ട് പിന്നെ അതിനകത്ത് ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല. അങ്ങനെ പുള്ളി ബി.ജെ.പിയുടേതായി, ബി.ജെ.പി ശക്തിപ്പെട്ടു. അങ്ങനെ മോഡിയുടെ ആരാധകനായി. ഒരു തവണ അദ്ദേഹം കേന്ദ്ര IT മന്ത്രിയുമായി. ഇതാണ് അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം. പിന്നീട് അയാളെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയാളുടെ അമ്മായിച്ചനുണ്ടല്ലോ, നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ BPL എന്ന് പറഞ്ഞ കമ്പനി മേടിച്ചു, അത് പൊളിച്ചു, അത് ഇല്ലാതാക്കി. അതിൻ്റെ വിമർശനങ്ങൾക്ക് അവിടെ നിന്ന് പെണ്ണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അയാൾ 18 വർഷമായി രാഷ്ട്രീയത്തിലുണ്ടെന്നൊക്കെ പറയുമ്പോഴും അയാൾ ഒരു ബേസിക്കലി കുത്തക മുതലാളി, രാഷ്ട്രീയക്കാരനെ വിലയ്ക്ക് മേടിച്ച് രാജ്യസഭയിലേക്ക് വന്നു എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടേ ഇല്ല. അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. അവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ പോലും കടന്നു വന്നവർ ഈ എന്താണ് ചെയ്തത്, അതായത് അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് താങ്കളൊന്നും വിലയിരുത്തും, ഒന്ന് പറയാമോ? അല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാലല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഫുൾ ടൈം രാഷ്ട്രീയം. ഇപ്പോൾ ഈവൻ വി മുരളീധരൻ പോലും, അയാളെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ അയാൾ പിന്നെ പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ K. സുരേന്ദ്രൻ, അയാളെക്കുറിച്ച് നമുക്ക് വിമർശനമുണ്ട്. അയാളും രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ, അവരൊക്കെ ഫുൾ ടൈം പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഇടപെട്ട് പൊളിറ്റിക്സിൽ മാത്രം വ്യാപരിക്കുന്നവരാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരായി നമ്മൾ വിലയിരുത്തുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ദൈനംദിന രാഷ്ട്രീയം അറിയാവുന്നത്. അവരതിനകത്ത് ഇടപെടുന്നുണ്ടോ, വേണ്ട പോലെ ഇടപെടുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ നമുക്കുണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന, രാഷ്ട്രീയം മാത്രം ഒരു പ്രൊഫഷൻ എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയത്തിൽ മാത്രം ഇടപെട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയക്കാർ. അല്ല, എവിടെയെങ്കിലും ഒരു സമരം നടക്കുമ്പോൾ അവിടെ ചെന്ന് പരിവാരങ്ങളുടെ അകമ്പടിയോടുകൂടി അവിടെ ചെന്ന് ഒരു സെൽഫി എടുക്കുക, അത് മാധ്യമങ്ങൾക്ക് നൽകുക, അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അങ്ങനെയല്ല, അതല്ല. ആ രാഷ്ട്രീയ പ്രവർത്തനം അല്ലല്ലോ അവർ ചെയ്യുന്നത്. അവരെക്കുറിച്ച് നമുക്ക് വിമർശനങ്ങളുണ്ട്. പക്ഷേ വിമർശനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല. അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, ഒരു പ്രസ്താവനകൾ ഇറക്കുന്നു. അവർ ചിലപ്പോൾ സമരം നടത്തുന്നത് ചിലപ്പം നമ്മൾ വിചാരിക്കുന്നതോളം നടത്തിയെന്നിരിക്കില്ല. പക്ഷെ അവരൊക്കെ ഇപ്പോൾ കേരളത്തിലെ BJP തന്നെ നമ്മൾ എടുത്തു നോക്കൂ. എത്രയോ നേതാക്കന്മാരെ അതിനകത്ത് എണ്ണം കൂടുതലാണ്. V. K. കൃഷ്ണദാസ്, അല്ലെങ്കിൽ MT രമേശ്, അല്ലെങ്കിൽ K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, എത്രയോ നേതാക്കന്മാർ. ആ നേതാക്കന്മാരുടെയൊക്കെ പ്രത്യേകത എന്താ? നമുക്ക് അവരെക്കുറിച്ച് വിമർശനം ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് അറിയാം കേരളത്തിൽ.
കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് എന്താണ്, കേരളത്തിലെ രാഷ്ട്രീയം നാളെ എങ്ങനെയാണ് പോകുന്നതൊക്കെ സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ട് അവരെക്കുറിച്ച് നമുക്ക് വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ വി ഡി സതീശനെ പോലും വി ഡി സതീശനെ കുറിച്ച് നമുക്ക് വിമർശനങ്ങളുണ്ട്. പക്ഷേ വി ഡി സതീശനൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ മാത്രം ഇടപെട്ട് നിൽക്കുന്ന, രാഷ്ട്രീയം മാത്രം ഒരു ജീവിതശൈലിയാക്കി മാറ്റിയ ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്തൊരു മനുഷ്യൻ. അയാൾ കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്നത് 2024 തെരഞ്ഞെടുപ്പിലാണ്. അതിന് മുമ്പ് അയാൾ കേരളത്തിലില്ല, അയാൾ ബാംഗ്ലൂരാണുള്ളത്. ശരിക്കും അയാൾ കേരളത്തിലേക്ക് വരാൻ തന്നെ കാരണം എന്താണെന്നറിയാമോ? അയാൾ ബാംഗ്ലൂരിൽ സീറ്റ് കിട്ടാൻ വേണ്ടി വല്ലാതെ ശ്രമിച്ചു. എത്ര കോടി വേണമെങ്കിലും മുടക്കാമെന്ന് പറഞ്ഞു, സീറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് അയാൾ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്നു, അയാൾ മത്സരിച്ചു. അയാൾ ചിലവാക്കിയ കോടികളൊക്കെ സംബന്ധിച്ച് കണക്കുകളുണ്ടല്ലോ, അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അയാൾ കേരളത്തിലേക്ക് വന്നു, മത്സരിച്ചു. ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കുറച്ച് ഇയാൾ ഇപ്പം ഈ BJP സംസ്ഥാന പ്രസിഡൻ്റായ ആൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഓർമ്മയുണ്ടോ? എന്താ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നറിയാമോ? രാഷ്ട്രീയം അവസാനിപ്പിക്കുക. പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് വന്ന് വലിയ ചർച്ചയായി കഴിഞ്ഞപ്പം അത് പിൻവലിച്ചുകൊണ്ട് ഓടി. അപ്പോൾ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഒരാൾ, ബാംഗ്ലൂരിൽ സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ച് സീറ്റ് കിട്ടാതെ പോയ ഒരാൾ, കേരളത്തിൽ വന്ന് മത്സരിച്ച ഒരാൾ, തോറ്റു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയം നിർത്തി എന്ന് പറഞ്ഞ ഒരാൾ. അല്ല, അത് ആദ്യമായിട്ടല്ലല്ലോ. രാഷ്ട്രീയക്കാരുടെ നിലപാട് ഇതിനേക്കാളും, അതായത് CPM ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, വലതുപക്ഷം ആരോ ആയിക്കോട്ടെ, രാഷ്ട്രീയക്കാരുടെ നിലപാട് അവർ നിമിഷങ്ങൾക്കകം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടല്ലോ. അങ്ങനൊന്നും നമുക്ക് പറഞ്ഞു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മാത്രമല്ല കാര്യമില്ല. അല്ല, ആ പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവും ഉണ്ട്. ഒരർത്ഥവും ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയാം. ബാംഗ്ലൂരിൽ മത്സരിക്കുന്ന വിചാരിച്ച് സീറ്റ് കിട്ടിയില്ല, ഇവിടെ വന്നു. 2024 വന്നു. 2024 വന്നിട്ട് ഈ ആള് ഇപ്പം ഈ BJP പ്രസിഡൻ്റായ ആള്, അയാൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? രാഷ്ട്രീയം നിർത്തുകയാണെന്ന്. ശരിയെന്നല്ല, രാഷ്ട്രീയം നിർത്തുകയാണെന്ന്. അതുപോലെ പറഞ്ഞ വേറെ ഏതെങ്കിലും നേതാവ് കേരളത്തിലുണ്ടോ? നിലപാടുകളിൽ നിലപാടല്ല അയാൾ മാറിയത്. അയാൾ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മാറുന്ന നിലപാടാണ്. പറയട്ടെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നിലപാട് മാറാം, രാഷ്ട്രീയ പാർട്ടി വേണേലും മാറാം. ഇപ്പൊ ശശി തരൂരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മാന്യൻ എന്താ പറഞ്ഞത്? ഈ മാന്യൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു. അത് അദ്ദേഹത്തിന് പുനർചിന്തനം ഉണ്ടായി. ചിലപ്പോൾ അദ്ദേഹത്തിന് തീരുമാനം മാറ്റേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അല്ലല്ല, വ്യക്തിപരമൊന്നുമല്ല. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയം നിർത്തുകയാണ് എന്ന് പറഞ്ഞ ഒരാള് 3 പ്രാവശ്യമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് നിലപാട് എടുക്കാം? നിങ്ങൾക്കിപ്പോൾ പറയാം ഇത് പകലാണ് എന്നൊരു നിലപാട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇത് പകലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കാണുന്ന ആളുകൾക്ക് നിങ്ങളോട് പുച്ഛം തോന്നും. അതാണ് പ്രശ്നം. പിന്നെ ഏത് നിലപാടിനും ഒരു ശരിയും ഒരു തെറ്റുമുണ്ട്. എൻ്റെ നിലപാടെന്താണ്? ഞാൻ പറഞ്ഞത് എന്താണ്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ രാഷ്ട്രീയം നിർത്തുകയാണ് എന്ന് പറഞ്ഞ ഒരു മാന്യൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുന്നു എന്ന് പറയുമ്പോൾ അത് ആ പാർട്ടിയുടെ അണികളെയും ജനങ്ങളുടെ അണികളെയും എങ്ങനെ ചിന്തിപ്പിക്കും എന്നുള്ളിടത്താണ് അതിന് ശരി. അല്ല, നമ്മുടെ നിലപാടുകളല്ല. ഓക്കെ, ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ പോലെ നിലപാട് മാറ്റി, അതായത് ഓന്തിനെ പോലെ നിറമാർഗം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറിയ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയുകയില്ല, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ശരിയല്ല. ഈ വാട്ടബൌട്ടറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. അതിനാണ് വാട്ടബൌട്ടറി ഇംഗ്ലീഷിൽ പറയും. ഞാനൊരു കാര്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടി, എൻ്റെ ചോദ്യം ക്ലിയറാണ്. എന്താണ്? ആദ്യമായിട്ട് വന്ന് ഇലക്ഷൻ മത്സരിക്കുന്നു, ഇതുവരെ ഇലക്ഷൻ മത്സരിച്ചിട്ടില്ല, ഇതുവരെ മുഴുവൻ രാജ്യസഭയിലോട്ടാണ് കയറിയിട്ടുള്ളത്, ഇലക്ഷൻ മത്സരിക്കുന്നു, തോറ്റു കഴിഞ്ഞപ്പോൾ ഞാനില്ല എന്ന് പറയുന്നയാൾ
കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്ഥാന പ്രസിഡൻ്റായി വരുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വരുമ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങനല്ലേ, അല്ലെ എം വി ഗോവിന്ദൻ അങ്ങനല്ലേ എന്ന് പറയുന്നതിനകത്ത് ഉദാഹരിച്ചതാണ്. കാരണം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തീർച്ചയായിട്ടും. പിന്നെ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, പിണറായി വിജയൻ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞു. പിണറായി വിജയൻ നിലപാട് മാറ്റിയെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ അങ്ങനെ നിലപാട് മാറ്റിയിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നിലപാട് മാറ്റില്ല, ഒരു വിഷയത്തിലും മാറ്റിയിട്ടില്ല. ഇല്ല. അയാളുടെ നിലപാടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് തെറ്റായിരിക്കും, അല്ലാതെ അയാൾ നിലപാടൊന്നും മാറ്റിയിട്ടില്ല. അയാൾ തെറ്റായ നിലപാടാണ്, അയാൾ തെറ്റായ നിലപാടാണെങ്കിലും ആ നിലപാടിൽ നിൽക്കുന്നു. അതാണ് അയാളുടെ പ്രത്യേകത. പക്ഷേ താങ്കൾ തന്നെ ഇതേ ചർച്ചയിൽ വന്ന് പറഞ്ഞു, അതായത് BS-ന്റെ കാലത്ത് ഏതൊക്കെ നിലപാടാണ് പിണറായി വിജയൻ എടുത്തതെന്നും അത് മാറിയതിനെ കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞതാണ്. അതവിടെ നിൽക്കട്ടെ. എങ്ങനെ പറഞ്ഞാലും അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിൽക്കുകയാണ്. മനസ്സിലായോ? അയാൾ രാഷ്ട്രീയം നിർത്തുന്നെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്താ കാണിക്കുന്നത്? അയാൾ ഇലക്ഷൻ തോറ്റു വരുമ്പോൾ രാഷ്ട്രീയം നിർത്തും. അങ്ങനെ പോലും രാഷ്ട്രീയമില്ലാത്ത ഒരുത്തനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ പാർട്ടി അനുഭവിക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് അയാൾ നമ്മൾ എപ്പോഴും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താങ്കൾ. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തിനാണ് ഇതിൽ ഇത്ര അസഹിഷ്ണുതപ്പെടുന്നത്? അസഹിഷ്ണുതപ്പെടുന്നില്ല, വസ്തുതയല്ലേ ഇത്. BJPയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ, ആ പാർട്ടി നശിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, എന്തുകൊണ്ടാണ് ആ പാർട്ടി ഇതുപോലെ ഒന്നും ഞാൻ നശിക്കുകയുള്ളൂ? അല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കുക. നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഹാസ്യനാവും. എന്നാൽ ആലോചിച്ചു, കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മലയാളം പോലും അറിയില്ല. മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് എന്നെക്കാളും താങ്കളെക്കാളും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ റിലേറ്റീവ് ആണ്, അതൊക്കെ വിട്ടുകളാണ്. അയാള് നോക്കിയാണ് വായിക്കുന്നത്, എന്തോ ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ ഗതികേട് BJP അനുഭവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനകത്ത് അസഹിഷ്ണുതയുടെ പ്രശ്നമില്ല. BJP അനുഭവിക്കാൻ പോവാണ്, അത്രയേ ഉള്ളൂ. അല്ല, BJPക്ക് ഇനി കൂടുതൽ സുരേന്ദ്രൻ 5 കൊല്ലമായിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ പോകണം. കാരണം കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മലയാളം പോലും വായിക്കാൻ അറിയില്ല. അപ്പൊ അത് BJP അല്ല. ഞാൻ ചോദിച്ചോട്ടെ, മലയാളം വായിക്കാൻ അറിയുന്നത് ഒരു മാനദണ്ഡമാണോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി നോക്കാമല്ലോ. ഏറ്റവും പ്രധാനമാണ് അയാൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേരളത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾക്ക് ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും വലിയൊരു ദയനീയം ഗതികേടാണ്. അല്ല, അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, മലയാളം വായിക്കാൻ അയാൾക്ക് അറിയില്ല. അയാൾ മലയാളം നോക്കി പറയാൻ അയാൾക്കറിയില്ല. അയാൾക്ക് മലയാളം വായിക്കറിയില്ല. അയാൾ മലയാളി അല്ല, അയാൾ കേരളത്തിൽ ജീവിക്കുന്നവനല്ല, അയാൾ കേരളത്തിൽ ജീവിച്ചിട്ടില്ല. അയാൾക്ക് എങ്ങനെ മലയാളം? അല്ല, അപ്പൊ കേരളത്തില് അധികാരത്തിൽ വരാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അല്ല, താങ്കളെ പോലെ ഇത്രയും ദീർഘവീക്ഷണമുള്ള, ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള, അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഇതിനെ കാണരുതെന്ന്. എന്തിനാണ് മുൻവിധി? ഞാൻ വസ്തുതയല്ലേ പറഞ്ഞത്. എന്തിനാണ് മുൻവിധി കാണുന്നത്? ഇനി മുൻവിധി എന്ന് പറഞ്ഞാൽ അതൊന്നും തെറ്റാണ്. കാരണം BJPക്കാര് ആദ്യ അവസാനം അസ്വസ്ഥരാണ്, BJPയുടെ അണികളും അസ്വസ്ഥരാണ്, BJPയുടെ നേതാക്കളും അസ്വസ്ഥരാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം BJPയുടെ അണികൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവസാനം വരെ ആവാൻ നിന്നിരുന്നത് മറ്റവരാണ്, ആണ്. മനസ്സിലായില്ലേ? ഇയാൾക്ക് ഈ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റാവാനുള്ള ഒരു ക്വാളിറ്റി ഇയാൾക്കില്ല. ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, അയാൾ ജനതാദളായിരുന്നു. ജനതാദളിൻ്റെ നിന്ന് കാശ് മേടിച്ചാണ് അയാൾ രാജ്യസഭയിൽ വന്നത്. അത് കഴിഞ്ഞ് BJP വന്നപ്പോൾ അയാൾക്ക് BJP ചേരണം തോന്നി. BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ അയാളെ മന്ത്രിയാക്കി. അത്രയോ. സത്യം പറഞ്ഞാൽ ശശി തരൂരിൻ്റെ അത്ര യോഗ്യത പോലും ഇയാൾക്കില്ല. ശശി തരൂർ 4 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണെന്ന് പറയാം. ശശി തരൂർ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെ കുറിച്ച് അത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. എന്ത് കാരണം കൊണ്ടാണെന്ന്? എന്ത് കാരണം കൊണ്ടായാലും ശശി തരൂർ 4 പ്രാവശ്യം ജയിച്ച ആളാണ്. അയാൾ ജയിക്കാനുള്ള കാരണം കൂടെ നിൽക്കട്ടെ. അല്ല, ആയിക്കോട്ടെന്ന്. പക്ഷെ അയാൾ ജയിച്ചതാണ്. ഇയാൾ ഒരു തവണ പോലും ജയിച്ചിട്ടില്ല. ഇയാൾ രാജ്യസഭ പോയ ആളാണ്. ഇപ്പത്തെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ തോക്കുകയും ചെയ്തു. അല്ല, ഒരു തോൽവിയും പരാജയവും ഒക്കെ, അല്ല, പരാജയവും വിജയവും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിലുള്ളതാണ്, സ്വാഭാവികം. BJPയുടെ പ്രസിഡന്റ് ആയിട്ട് അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.
ആ തെരഞ്ഞെടുപ്പിലൂടെ BJPക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് BJPയുടെ അണികളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലോട്ടൊക്കെ എടുത്ത് നോക്കും. അല്ല, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ ഈ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഒരിക്കലും നല്ല രീതിയിലുള്ള മാറ്റം ഇവിടെ വരുമായിരുന്നു. താഴേക്കിടയിലുള്ള എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് പിന്നെ മുന്നിൽ നിന്നിരുന്നെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സുരേന്ദ്രൻ വന്നാൽ മാറ്റമല്ലോ എന്നുള്ളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ കേരളത്തിൽ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ പിന്നെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾക്കുള്ള നേട്ടം എന്താ, ഇയാൾക്കുള്ള പ്ലസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നമുക്കൊരു കാര്യം കാത്തിരിക്കാം. കാരണം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. 2-3 വർഷം അയാളുടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അയാൾ ഇതുവരെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആയിക്കോട്ടെ എന്നല്ല, അയാളിത് ആയിക്കഴിഞ്ഞിട്ട് അയാൾ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. രാഷ്ട്രീയം അപ്പൊ തന്നെ തീർന്നു. അല്ല, രാഷ്ട്രീയം പറയുന്നത് ഓരോ വിഷയത്തിലും രാഷ്ട്രീയം പറയുന്നത് ഓരോ വിഷയത്തിലും അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയമല്ല. ഒരു പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. നിഷ്പക്ഷമായും മാനുഷികമായും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് അയാൾ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയം ഇല്ല, എനിക്ക് വികസനമേ ഉള്ളൂ. അപ്പോഴേ പോയി. ആയിക്കോട്ടെ, വികസനം വന്നാൽ പോരാ സാറേ, എന്തിനാ രാഷ്ട്രീയം? അപ്പോഴേ പോയി. അല്ല, വികസനം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ലെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ രാഷ്ട്രീയത്തിലൂടെ വികസനം വരുള്ളൂ, മനസ്സിലായോ? അയാളുടെ പ്രശ്നം എന്ന് പറയാം, അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല. അയാൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അയാൾ ശതകോടീശ്വരനായതുകൊണ്ട് അയാൾക്ക് രാഷ്ട്രീയം വേണമെന്ന് തോന്നി, അയാൾ അതിൻ്റെ വേഗമായിട്ട് പൈസ കൊടുത്ത് രാഷ്ട്രീയത്തിൽ വന്നു. അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. പക്ഷെ അയാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി തെളിയുന്നത് അയാൾ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അയാൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രം മതി നമ്മൾ അയാളെ മനസ്സിലാക്കാൻ. നിലപാട് മാറ്റം മാറാം, പക്ഷെ രാഷ്ട്രീയം തന്നെ ഞാൻ അവസാനിപ്പിച്ചു. എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ. അപ്പം അതായത് വൈകാരികമായി പ്രതികരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി മനുഷ്യനാണോ വൈകാരികമായി പ്രതികരിച്ചിരിക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിന് അവരുടെ പാർട്ടിയുടെ അതൊന്നും അത്ര ലളിതമായ കാര്യമല്ല. വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് ഞാൻ എന്റെ രാഷ്ട്രീയം നിർത്തി നോക്കുന്നുണ്ട്. TV രാജേഷ് ഇവിടെ പട്ടി അറിയും പോലെ കരഞ്ഞില്ല മാധ്യമങ്ങളിൽ. അത് വൈകാരികമായില്ല പ്രതികരണമല്ലേ? പിണറായി വിജയൻ പലതവണ പൊട്ടിത്തെറിച്ചില്ല, അത് വൈകാരികമായിട്ടുള്ള പ്രതികരണമല്ലേ? അവരാരെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ രാഷ്ട്രീയം നിർത്തണം അല്ല, അത് പറയുന്നത് അല്ല, എന്തോ പൊട്ടത്തരം. അതെങ്ങനെയാണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പൊട്ടത്തരമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് പറയുന്നത് പൊട്ടത്തരാണോ ഇല്ലോ എന്നുള്ളത് എന്നെ നിങ്ങളെ കേൾക്കുന്ന ഒരു തീരുമാനം. ശരി, അത് പൊതുജനങ്ങൾക്ക് വിട്ടു തരുന്നു. എന്തായാലും പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും രാജീവ്, നമുക്ക് വേണ്ടത് വികസനമാണ്, രാഷ്ട്രീയമല്ല. അല്ലെങ്കിൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം എനിക്ക് എങ്ങനെ പറയാം, വേണ്ടത് രാഷ്ട്രീയമാണ്, വികസനമാണ്. അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ കക്ഷിയായാലും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കയറി നിന്നിട്ട് എനിക്ക് രാഷ്ട്രീയമില്ല വികസനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാതിന് ഉള്ളിലെന്ന് ആ പാർട്ടിയിലെ അണികൾ തന്നെ പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM കൊണ്ടിരുന്ന സങ്കുചിത രാഷ്ട്രീയമല്ല രാഷ്ട്രീയം. ശരിയായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമില്ലാതെ, കാരണം അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, അയാൾ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നിട്ടില്ല. അയാൾ പൈസ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇതാവണമെന്ന് തോന്നി ആയി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാനില്ല. കാരണം ബേസിക്കലി അയാളൊരു കുത്തകയാണ്, മുതലാളിയാണ്. അയാൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തിന് എനിക്ക് രാഷ്ട്രീയം, ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ വിചാരിച്ചത് നടന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കാമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് കണ്ടറിയാം. അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ഇനി എന്താണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം.